ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വ്യൂസ് വിത്ത് APK. കുറച്ച് നാളായി ഞാൻ മൂവി റിവ്യൂസ് ഒന്നും ചെയ്തില്ല. ഇപ്പോഴാണ് അതിനൊരു അവസരം വന്നത്. സോ ദുരന്തർ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് 2025 ഇറങ്ങിയിരുന്നു. ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ്, ഒരു 1500-1600 കോടി രൂപയ്ക്ക് മുകളിൽ ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്ത ചിത്രം. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ദുരന്തർ റിവെഞ്ച് എന്ന് പറഞ്ഞിട്ട്. ഒരു മാർച്ച് 19 റിലീസ് ചെയ്ത മൂവി ഏകദേശം 250-300 കോടിയോളം മുതൽ മുടക്കുള്ള മൂവി. അതിപ്പോൾ തന്നെ ഏകദേശം ആ എമൗണ്ട് കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് മാർക്കറ്റിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അതായത് വളരെ ഇതിന് മുകളിൽ ഫസ്റ്റ് പാർട്ടിന് മുകളിൽ ഒരുപക്ഷെ സെക്കൻഡ് പാർട്ട് കളക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത്ര നല്ല രീതിയിലാണ് ആദിത്യദാർ ഈ മൂവി എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു ഡിഫറെൻറ്റ് സിനിമാറ്റിക് എക്സ്പീരിയൻസ്. സാധാരണ ഇപ്പോൾ ഹിന്ദി മൂവീസിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് അത്ര നല്ല മൂവീസ് ഒന്നും റിലീസ് ആവാറില്ല പല ഘട്ടങ്ങളിലും. പക്ഷേ ഈ മൂവി എന്തുകൊണ്ടോ വളരെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നു. ഒരു സ്പൈ ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ഇൻ ഹിന്ദി എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. അത്ര മനോഹരമായിട്ട് തന്നെ ആദിത്യദാർ ഈ മൂവി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് ഇതിൻ്റെ ഒരു ഡയറക്ഷൻ ബ്രില്യൻസ് തന്നെയാണ്. ഇതിന് ആദിത്യദാർ അദ്ദേഹമാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രൊഡ്യൂസറും ഇതിൻ്റെ റൈറ്ററും പുള്ളി തന്നെയാണ്. അപ്പം അതിൻ്റെ ഒരു ഡയറക്ടർ ബ്രില്യൻസ് പല ഘട്ടങ്ങളിൽ, എസ്പെഷ്യലി ചില ഫസ്റ്റ് ഫൈറ്റ് സീനിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഒരു സ്പോയിലർ ആവുന്നില്ല കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട്. 3 മണിക്കൂർ 55 മിനിറ്റുള്ള മൂവി. ഈ മൂവിയിൽ ഒരു സെക്കൻഡ് പോലും നിങ്ങൾക്ക് ലാഗ് ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ക്രെഡിറ്റ് ഓഫ് കോഴ്സ് ഡയറക്ടർ, അതിൻ്റെ എഡിറ്റർ ടീമിന് കൊടുക്കേണ്ടതാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ഒക്കെ മനോഹരമാണ്. ഒന്നും പറയാനില്ല. ഒരു മൂവിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. സെക്കൻഡ് കംസ് ടു അതിൻ്റെ ടെക്നിക്കൽ സൈഡ് കഴിഞ്ഞു. ആ ഡയറക്ഷൻ, സ്ക്രീൻ പ്ലേ എല്ലാം, അതിൻ്റെ സിനിമാറ്റോഗ്രാഫി ഒക്കെ ബ്രില്യൻ്റ് ആയിരുന്നു. സെക്കൻഡാണ് അതിൻ്റെ ഒരു ആക്ടിങ് സൈഡ്. ഒന്നുമില്ല, മത്സരിച്ചാണ് ഓരോ ആക്ടേഴ്സും അഭിനയിച്ചിരിക്കുന്നത്. രൺവീർ സിംഗ് ഒരു രക്ഷയില്ല, കിടിലം പെർഫോമൻസ്. ആർ മാധവൻ, അർജുൻ രാംപാൽ, സഞ്ജയ് ദത്ത്, സാറ അർജുൻ, എല്ലാവരും ഒന്നും പറയാം. ഇതിപ്പോൾ നമുക്ക് അറിയാവുന്ന കുറച്ച് പേരുകളാണ്. അതിനകത്ത് വന്നിരിക്കുന്ന ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ ഒരു മിനിറ്റോ അല്ലെങ്കിൽ അതിൽ കുറവോ സ്ക്രീൻ സ്പേസ് ഉള്ള ആളുകൾ വരെ അത്ര മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അവരവരുടെ ക്യാരക്ടേഴ്സ്. ഒരു മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഇത് കണ്ടില്ലെങ്കിൽ, കാണാത്തവരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മൂവി പോയി കാണണം. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കുറച്ച് നെഗറ്റീവ്, അത് മൂവി ബേസ്ഡ് അല്ല, കുറച്ച് എവിടെയൊക്കെയോ ചില പ്രൊപ്പഗണ്ടകൾ വർക്ക് ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ വളരെ സ്റ്റോറിയുമായിട്ട് വളരെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഡയറക്ടറിൻ്റെ ഒരു ബ്രില്യൻസ് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടോണ്ടിരിക്കുക. എന്നാലും ചില രീതിയിലൊക്കെ ഒരു കുറച്ച് പ്രൊപ്പഗണ്ട അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം ചില കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്, അതായത് ഈ 2014 ശേഷം വന്ന പല ഇൻസിഡൻറ്റിനെയും ഇന്ത്യയിൽ നടന്ന പല ടെററിസ്റ്റ് അറ്റാക്കിനെയൊക്കെ കോറിലേറ്റ് ചെയ്തിട്ടാണ് ഈ മൂവി അതിൻ്റെ കഥ പറഞ്ഞു പോകുന്നത്. അപ്പം നമ്മുടെ നോട്ട് നിരോധനവും മറ്റു കാര്യങ്ങളും ഒക്കെ ഇതിലും പ്രതിപാദിക്കുന്നുണ്ട്. അതൊക്കെ ഒരു ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനായിട്ടൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇതിൽ എത്രത്തോളം ആളുകളൊക്കെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പം പല അങ്ങനെ പിന്നെ ഇത് പുതിയ ഇന്ത്യയാണ് എന്നൊക്കെയുള്ള ചില അവസാന കുറച്ച് ഡയലോഗുകളൊക്കെ ഉണ്ട്. ഇന്ത്യ പണ്ടേ പുതിയതായതാണ്. 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ അവസ്ഥ എന്തായിരുന്നു എന്നും, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇപ്പം നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുന്ന ടെക്നോളജിക്കൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ള നമ്മുടെ പ്രോഗ്രസ് എന്താണെന്നും. അപ്പോൾ ഇന്ത്യ ഒരുപാട് മാറിയിട്ടുണ്ട്. സോ ഇതൊരു പുതിയ ഇന്ത്യ ആണെന്നൊക്കെ ചില അതൊരു ചെറിയ പ്രൊപ്പഗണ്ടയൊക്കെ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങളാട്ടോ. ഇതൊന്നും മൂവി അതിൻ്റെ ടെക്നിക്കൽ സൈഡ്, അതിൻ്റെ ആക്ടിങ് സൈഡ്, ആ കഥ പറയുന്ന ഒരു ബ്രില്യൻസിനെ ഒന്നും ഒരിക്കലും അഫക്റ്റ് ചെയ്യുന്നില്ല. ഇതെൻ്റെ പേഴ്സണൽ നമുക്ക് തോന്നിയ ചില കാര്യങ്ങളാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, മൂവി പോയി കണ്ട് ആസ്വദിക്കാൻ പറ്റിയ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സാധനം. അതായത് ഫസ്റ്റ് പാർട്ട് എവിടെ നിന്നാണോ അവസാനിക്കുന്നത് അവിടെ നിന്ന് തന്നെയാണ് ഒരുപാട് ഇതിനകത്ത് അതിൻ്റെ കുറച്ച് പാസ്റ്റ് ലൈഫ് എങ്ങനെയാണ്, ഇതിൻ്റെ മുന്നത്തെ രൺവീർ സിംഗിൻ്റെ ലൈഫ്, ഇതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ പുതിയ ഇതുമായിട്ട് ക്ലബ് ചെയ്യുന്നുണ്ട്. ബ്രില്യൻ്റ് ആണ്. ഒരു മിനിറ്റ് പോലും നമുക്ക് കണ്ണ് മാറ്റി ഒന്ന് വെക്കാൻ തോന്നില്ല. അത്ര മനോഹരമായിട്ട് തന്നെ ആദിത്യദാർ മൂവി എടുത്തിട്ടുണ്ട്. കാണാത്തവർ അല്ലെങ്കിൽ കാണാൻ പ്ലാൻ ഉള്ളവർ എത്രയും പെട്ടെന്ന് മൂവി കാണുക. നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ മൂവി സമ്മാനിക്കുന്നതാണ്, ഞാൻ ഗ്യാരണ്ടി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.